വേദിയിലായിരിക്കുന്ന ദേവദാസൻ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ലോകരക്ഷിതാവാം കർത്താവായ യേശുക്രിസ്തുവിനെ തൃപ്പാദം വാഴ്ത്തി വണങ്ങി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നെടുത്ത കതിർ പെരുകിയ വനിത എന്ന രൂത്തിന്റെ ചരിത്രം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവരാരാണെന്ന് അറിയാമോ? അവന്റെ പേര് എലിമേലെക്ക്, അവന്റെ ഭാര്യ നവോമി, മക്ലോൻ കില്യോൻ മക്കൾ മോവാബിൽ താമസിച്ചു. അതേ പ്രിയരെ, ആ മനുഷ്യന്റെ പേര് എലിമേലെക്ക്, അവന്റെ ഭാര്യ നവോമി, മക്ലോൻ കില്യോൻ എന്ന 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നോവാമിയുടെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. പുത്രന്മാർ 2 പേരും മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് റൂത്ത് എന്നും പേര്. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. എന്തൊരു കഷ്ടം പ്രിയരെ! മക്ലോനും കില്യോനും ഇരുവരും മരിച്ചു. സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാൺമദീനോ ബന്ധപ്പെട്ടോടിടുന്നു, സ്വദേശം കാൺമദീനോ ബന്ധപ്പെട്ടോടിടുന്നു. വളരെ ദുഃഖിതയായ നവോമി മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ യാത്രയായി. ഓർപ്പ അമ്മായി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് നവോമിയോട് രൂത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? നിന്നെ വിട്ടു പിരിവാനും മടങ്ങുവാനും പറയല്ലേ, നിന്നെ വിട്ടു പിരിവാനും മടങ്ങുവാനും പറയല്ലേ, പോകുന്നിടത്തു ഞാനും പോരുമേ, നീ പാർക്കുന്നിടത്തു ഞാനും പാർക്കുമേ. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ വരയ്ക്കുന്നിടത്തു ഞാനും വരയ്ക്കുമേ. നിന്നെ മരണത്താലല്ലാതെ ഞാൻ വിട്ടുപിരിയില്ല, നിന്നെ മരണത്താലല്ലാതെ ഞാൻ വിട്ടുപിരിയില്ല. അതേ പ്രിയരെ, നവോമിയെ പറ്റി നിന്ന രൂത്ത് നവോമിയോട് നിന്നെ വിട്ടു പിരിയുവാനും നിന്നോട് കൂടി വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടി പോരുവാൻ അവൾ
എന്ന് നവോമി കണ്ടപ്പോൾ രൂത്തിനെയും കൂട്ടി ബേത്ലഹേമിലെത്തി. അത് യവക്കൊയ്ത്തിന്റെ ആരംഭമായിരുന്നു. മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുകട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് നവോമി പറഞ്ഞു. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവാസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. എലിമേലെക്കിന്റെ കുടുംബത്തിലൊരുവാൾ ബോവാസ് എന്ന പേരുള്ളവൻ മഹാധനവാൻ. ബോവാസ് എന്ന പേരുള്ളവൻ മഹാധനവാൻ. ഭാഗ്യവശാൽ രൂത്ത് ബോവാസ് വയലിലെത്തി. കൊയ്ത്തുകാരുടെ കൂടെ കതിർ പെറുക്കി. കൊയ്ത്തുകാരുടെ കൂടെ കതിർ പെറുക്കി. ബോവാസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിലും പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക എന്ന് പറഞ്ഞു. രൂത്തിനെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. രൂത്ത് സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിക്കുവാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നി എങ്ങനെ എന്ന് ചോദിച്ചു. പ്രവർത്തിക്കത്തക്ക പകരം യഹോവ നിനക്കു നൽകിടട്ടെ. യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചിരിക്കുന്ന അവൻ നിനക്ക് പൂർണ്ണപ്രതിഫലം തന്നിടട്ടെ എന്നു പറഞ്ഞു അനുഗ്രഹിച്ചു. ബോവാസ് അവളെ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു. അവൾ തിന്നു തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. കാലത്ത് മുതൽ വൈകുന്നേരം വരെ അവൾ പെറുക്കി. അവൾ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തു പട്ടണത്തിലേക്ക് പോയി താൻ പെറുക്കിയത് കൊണ്ട് വന്ന് താൻ തിന്ന് ശേഷിപ്പിച്ചതും അവൾ തന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുത്തു. അമ്മായിയമ്മ രൂത്തിനോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ബോവാസ് തന്നോട് കാണിച്ച ആദരവും ദയയും രൂത്ത് അമ്മായിയമ്മയെ അറിയിച്ചു. നവോമി മരുമകളോട്, ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ദയ വിടാതിരിപ്പാൻ യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആകുന്നു എന്ന് പറഞ്ഞു. രൂത്തിന്റെ ഭാവിയെ കുറിച്ച് നവോമി ചിന്തിച്ചു തുടങ്ങി. നവോമിയുടെ ആലോചന പ്രകാരം രൂത്ത് ബോവാസിന്റെ കാൽക്കൽ ചെന്നു കിടന്നു. അർദ്ധരാത്രി ഞെട്ടി എഴുന്നേറ്റ ബോവാസ് തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആര് എന്ന് ചോദിച്ചു. നിന്റെ പുതപ്പു അടിയന്മേലിടണം. നിന്റെ പുതപ്പ് അടിയന്മേലിടണം. വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. അതേ പ്രിയരെ, താൻ രൂത്ത് എന്നു തന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് രൂത്ത് പറഞ്ഞു. ബോവാസോ, മകളെ ഭയപ്പെടേണ്ട, ഞാൻ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവൻ മുറ നിവർത്തിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടെടുപ്പുകാരനെ മുറ നിവർത്തിച്ചു തരും എന്ന് പറഞ്ഞയച്ചു. ബോവാസ് പറഞ്ഞ വീണ്ടെടുപ്പുകാരൻ രൂത്തിനെ വീണ്ടെടുക്കുവാൻ മനസ്സില്ലാതെ ആയപ്പോൾ ബോവാസ് രൂത്തിനെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ പട്ടണവാതിൽക്കൽ ഇരുന്ന് സകല ജനവും മൂപ്പരും കാണെ ബോവാസിന്റെയും രൂത്തിന്റെയും വിവാഹം അനുഗ്രഹമായി നടന്നു.
സ്വപുരമീ കാരണീയോ സാക്ഷി നിൽപ്പൂ മനമേ സ്വർഗസനി ദമ്പതികൾ ആശീർവാദം ഈടത്തി ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. മോവാബ് ദേശത്ത് നിന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ അമ്മായി അമ്മയോട് വന്ന റൂത്ത് ബോവാസ് മുഖാന്തരം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. റൂത്തിന്റെ തലമുറയായി ജനിച്ച ദാവീദിന്റെ വംശത്തിലാണ് നമ്മുടെ രക്ഷിതാവും രാജാവുമായ യേശു ക്രിസ്തുവും ജനിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല എന്ന് ആരും നിരാശപ്പെടേണ്ട. യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുണ്ട്. പുതിയൊരു